Hi all, welcome back to Environmental Engineering 2. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രിഡ് ചേംബർ, ഡെട്രിസ് ടാങ്ക്, സ്കിമ്മിംഗ് ടാങ്ക് ആൻഡ് ഈക്വലൈസേഷൻ ടാങ്ക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ സ്ക്രീനിങ്, അതിൽ തന്നെ ബാർ സ്ക്രീൻ എന്താണ്, കമ്മ്യൂണിറ്റർ എന്താണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ സ്ക്രീനിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഡിസൈനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസൈൻ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഡിസൈൻ എ ബാർ സ്ക്രീൻ ഓഫ് പീക്ക് ആവറേജ് ഫ്ലോ ഓഫ് 40 mld ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ 45/36 പക്ഷെ അത് ശരിക്കും ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. 45/60 ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഗ്രോസ് ഏരിയ ഓഫ് സ്ക്രീൻ എടുക്കുകയാണെങ്കിൽ that will be equal to net area, okay, net area into center to center spacing divided by clear spacing. Okay, center to center spacing divided by clear spacing അല്ലാതെ 45 ഡിഗ്രി അല്ല. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ 36 mm ആണ് ക്ലിയർ സ്പേസിംഗ്. രണ്ട് ബാർ തമ്മിലുള്ള ക്ലിയർ സ്പേസിംഗ് എത്രയാണ്? 36 mm ആണ്. ഈ ഓരോ ബാറും എത്രയാണ്? 9 mm ആണ്. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ 36 + 4.5 + 4.5 അങ്ങനെയാണ് ഈ 45 കിട്ടുന്നത്. സോ 45/36. ഓക്കെ, സോ ഇവിടെ കിട്ടുന്ന ആൻസർ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് 45 ഡിഗ്രീൻ്റെ ആംഗിൾ കൺസിഡർ ചെയ്തിട്ട് ഏരിയ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 1.023 കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എൻഡിൽ നമ്മളവിടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 5 mm ഒക്കെ എടുക്കുമ്പോൾ ഞാനത് mm കൺവേർട്ട് ചെയ്തത് തെറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ന്യൂമറിക്കൽ കാൽക്കുലേഷൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് അതിനനുസരിച്ചുള്ള കറക്ഷൻസ് വരുത്താം. ഇനി നമ്മൾ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റോ സീവേജ് നമ്മളൊരു സ്ക്രീനറിലേക്ക് പാസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇഫ് റിക്വയർഡ് ഉള്ളി നമ്മളൊരു കമ്മ്യൂണിറ്ററിലേക്കും പാസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് പാസ് ഇറ്റ് ടു എ grit chamber. Well, you can pass it to a grit chamber, Detritus tank and skimming tank. എന്താണ് Detritus tank, എന്താണ് skimming tank, ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പിന്നീട് നോക്കാം. അതേപോലെ ഇതൊരു ഈക്വലൈസേഷൻ ടാങ്ക് ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് അല്ല. സ്റ്റിൽ ഈ ഒരു പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈക്വലൈസേഷൻ ടാങ്കും കൂടി പറയുന്നു. സോ ഫസ്റ്റ് ലെറ്റ് us see what is a grit chamber. അപ്പോൾ എന്താണ് ഗ്രിറ്റ്? ഗ്രിറ്റ് is a heavy mineral material found in the waste water influent. നമുക്ക് റോ സീവേജ് സ്ക്രീൻ വഴി പാസ് ചെയ്ത് വരുന്ന വെള്ളത്തിൽ കാണുന്ന ഒരു ഹെവി മിനറൽ മെറ്റീരിയലിനെയാണ് നമ്മൾ ഗ്രിറ്റ് എന്ന് പറയുന്നത്. ആ ഹെവി മിനറൽ മെറ്റീരിയൽ എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ ബി ഗ്രേവൽ, സാൻഡ്, ബ്രോക്കൺ ഗ്ലാസ്, ഫ്രാഗ്മെന്റ്സ് ഓഫ് മെറ്റൽ ആൻഡ് ഇൻഓർഗാനിക് സോളിഡ്സ്. അത്തരത്തിലുള്ള എല്ലാ മെറ്റീരിയലിനും നമുക്ക് എന്ത് പറയാം? ഗ്രിറ്റ് എന്ന് പറയാം. ഓർ if the specific gravity is greater than organic solids present in wastewater, അത്തരത്തിലുള്ള മെറ്റീരിയലിനെ നമുക്ക് എന്ത് പറയാം? ഗ്രിറ്റ് എന്ന് പറയാം. So grit will be having a specific gravity of 2.4 to 2.65. ഓക്കെ, ഈ ഗ്രിറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഗ്രിറ്റ് ചേമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓർഗാനിക് സോളിഡ്സ് സെറ്റിൽ ആവുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ ഗ്രിറ്റ് ചേമ്പറിൽ ഗ്രിറ്റ് സെറ്റിൽ ആവും. Okay, so what is the purpose of using a grit chamber? It will protect the mechanical equipments used in the wastewater treatment. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം, നമുക്ക് വരുന്ന സിൽറ്റ്, മെറ്റൽസ്, ഇത്തരത്തിൽ മെറ്റീരിയൽസ് ഒക്കെ അബ്രസീവ് പ്രോപ്പർട്ടി കീപ്പ് ചെയ്യുന്ന മെറ്റീരിയലാണ്. സോ അബ്രസീവ് നേച്ചർ വരുമ്പോഴേക്കും what happens is there will be wear and tear for mechanical equipment. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അബ്രഷൻ കുറയ്ക്കാൻ വേണ്ടി, once if you remove these type of materials, the equipment can work more safer. So it will protect mechanical equipments. Then
ഇത് വീണ്ടും നമ്മൾ വൺസ് ഓരോ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ദിസ് വിൽ പാസ് ത്രൂ ദി പൈപ്പ് ലൈൻസ് ഓർ ചാനൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ആ ചാനലിൽ ആ പൈപ്പിന്റെ അകത്ത് അടിഞ്ഞുകൂടാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ നേരത്തെ തന്നെ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ again such depositions in pipelines and channels can be avoided. ഇനി ഓരോ ഡൈജസ്റ്ററും ഓരോ ട്രീറ്റ്മെന്റ് പ്ലാനും ഓരോ ക്ലാരിഫയറും ഫ്രീക്വന്റ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഫ്രീക്വന്റ് ലോഡ് ഓഫ് ഡെപ്പോസിഷൻ, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഗ്രിറ്റ് ചേമ്പർ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കിട്ടും. കാരണം ഒരു മെജോറിറ്റി പോർഷൻ ഓഫ് ഗ്രിറ്റ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് മച്ച് ക്ലീനർ വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഡെപ്പോസിഷൻസ് കുറവായിരിക്കും ഇൻ കമ്പാരിസൺ ടു ഗ്രിറ്റ് ചേമ്പർ. അപ്പോൾ ഡെപ്പോസിഷൻസ് കുറവാകുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ക്ലീനിങ് എന്ത് ചെയ്യാം, നമുക്ക് കുറയ്ക്കാൻ പറ്റും. കുറേ സമയം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ക്ലീനിങ്ങിലേക്ക് പോകേണ്ടി വരുള്ളൂ. അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. കാരണം ഇതൊക്കെ റിമൂവ് ചെയ്ത് വരുമ്പോഴും തന്നെ വെയർ ആൻഡ് ടയർ ഇല്ല, അൺനെസസറി ഡെപ്പോസിറ്റ് ഇല്ല, ഫ്രീക്വന്റ് ക്ലീനിങ് ഇല്ല. ഇതൊക്കെ വരുമ്പോൾ മെയിൻ്റെനൻസ് റണ്ണിങ് കോസ്റ്റ്, ഈവൻ റണ്ണിങ് കോസ്റ്റ് ഓൾസോ ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഓക്കെ, ദെൻ ദിസ് ഹെൽപ്സ് ഇൻ safe operation of heat exchanger and pressure diaphragm pumps. എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. Again due to this removal of metals, abrasive materials, so that will help in safe operation of heat exchangers and pressure diaphragm pumps. ഇനി എവിടെയാണ് ഇത് വെക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്ക്രീൻ വഴി സ്ക്രീൻ ചെയ്തെടുത്ത വെള്ളം അത് ജസ്റ്റ് എവിടേക്കാണ് പാസ് ചെയ്യുക, ഗ്രിറ്റ് ചേമ്പറിലാണ്. അതിനുശേഷം എന്ത് ചെയ്യുള്ളൂ, ഇറ്റ് വിൽ ബി പാസ് ത്രൂ പ്രൈമറി ടാങ്ക്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം സ്ക്രീനറിലേക്ക് വെള്ളം വന്നു, സ്ക്രീനറിൽ നിന്ന് കിട്ടുന്ന എഫ്ലുവൻറ്റ് വാട്ടർ എങ്ങോട്ട് പോയി, ഗ്രിറ്റ് ചേമ്പറിലേക്ക് പോയി. വൺസ് അവിടെ ഗ്രിറ്റ് എല്ലാം ഡെപ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് പോകുള്ളൂ, പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്. സോ ദിസ് വിൽ ബി അറൌണ്ട് 10 to 18 meters long. ഓക്കെ, narrow channel ആയിരിക്കും. It will maintain a constant velocity of 0.3 meter per second. Okay, larger particles will settle down and lighter particles will be traveling in suspension along with the effluent. Okay, വലിയ weight specific gravity ഉള്ള particles മാത്രമേ settle ആവുള്ളൂ. ബാക്കിയുള്ളത് എന്ത് ചെയ്യും, again in suspension it will move forward. Then depth of liquid is around 1 to 1.3 meter. And based on the mechanism of removal of grit, it is classified into two: horizontal flow grit chambers and aerated grit chambers. So first one, so horizontal flow grit chambers പറയുകയാണെങ്കിൽ ഏകദേശം 10 to 18 meters long ആയിരിക്കും, 1 to 1.3 meter ഡെപ്ത് ഉണ്ടാവും. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവിയർ ഗ്രിഡ് പാർട്ടിക്കിളിനെ സെറ്റിൽ ചെയ്യിക്കും ആൻഡ് ഇറ്റ് വിൽ ക്യാരി most of the organic particles. Organic particles ഇവിടെ സെറ്റിൽ ആവില്ല, ഹെവിയർ ഗ്രിഡ് പാർട്ടിക്കിൾസ് മാത്രമേ സെറ്റിൽ ആവുള്ളൂ. സോ ടു make sure that heavier grit particles will settle and the other particles, lighter particles will move in suspension, we will keep a velocity of 0.3 meter per second. അപ്പോൾ ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി, ഫെയർലി കോൺസ്റ്റന്റ് വെലോസിറ്റി 0.3 meter per second ആണ് കീപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് purpose a control section is used. കൺട്രോൾ സെക്ഷൻ പല തരത്തിലാവാം. You can use a proportional weir or partial flumes or pseudo-weirs or permeable flumes. അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്ലൂം നമുക്ക് യൂസ് ചെയ്യാം. മിക്കവാറും കേസിൽ പ്രൊപ്പോർഷണൽ വെയർസ് യൂസ് ചെയ്ത് കാണുന്നുണ്ട്, പാർഷ്യൽ ഫ്ലൂംസും യൂസ് ചെയ്ത് കാണുന്നു. സോ ദീസ് ആർ ദി regions in which the proper functions happens. It is divided into 4 compartments. നമ്മൾ നോർമലി ഒരു സെഡിമെന്റേഷൻ ടാങ്കിൽ കാണുന്നത് പോലെ തന്നെ 4 കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് ഗ്രിഡ് ചേമ്പറും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ദ ഇൻലെറ്റ് സോൺ. അത് ഒരുപോലെ ആ വെള്ളം എല്ലാ പോർഷനിലും ടാങ്കിന്റെ എൻറ്റയർ പോർഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 4 ഫസ്റ്റ് സോൺ ഈസ് യൂസ്ഡ് ആസ് എ സോൺ വിച്ച് ഡിസ്ട്രിബ്യൂട്ട്സ് ഈക്വലി. Then the second zone എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ് സോൺ ആണ്. ഔട്ട്ലെറ്റ് സോൺ വിൽ കളക്ട് ദ വേസ്റ്റ് വാട്ടർ ആഫ്റ്റർ ഗ്രിഡ് റിമൂവൽ. അതായത് സീവേജ് വാട്ടർ ഇതുവഴി വന്നു, ഗ്രിഡ് ഒക്കെ ഈ സോൺ 4ൽ സെറ്റിൽ ആയതിനു ശേഷം മച്ച് ക്ലീനർ വാട്ടർ എഫ്ലുവൻ്റ് ആയിട്ട് ഇതെന്ത് ചെയ്യും, സോൺ 2ലേക്ക് പുറത്തേക്ക് പോകും. സോ ഹിയർ വി വിൽ ബി ഹാവിങ് ആൻ ഔട്ട്ലെറ്റ് ബാക്ക്. Okay, then zone 3 is the settling zone. ഈ ഒരു ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, the settling process will happen. അപ്പോൾ as the water move horizontally, the grit particle will settle downward. അപ്പോൾ horizontal velocity settling velocity should be equal, so that by the time it travel from this portion to the end portion, most of the grit particles will settle down in the
tank. അപ്പോൾ ആ settled portionsനെ നമ്മൾ എന്ത് വിളിക്കും? Sludge. So at zone 4 the sludge will be deposited. So the entire tank is having a length L, H is the depth of settling zone and V is velocity. Okay, the horizontal velocity ആണ്, ഇത് settling velocity. So whenever designing a grid chamber, make sure that the settling velocity is greater than or equal to the surface overflow rate. The surface settling velocity is greater than or equal to surface overflow rate. So what do you mean by surface overflow rate? That is the velocity through which it travels the horizontal direction of the tank. Okay, so this is Vc. So here we not represent the settling velocity. Okay, and also let the detention time L by H is equal to H by V naught, and to prevent scouring, L by H should be equal to Bc by V naught. So this is how a horizontal flow grid chambers looks like, and it is mainly designed for dry weather flow. Our horizontal chamber, as it moves horizontally to this direction, the grid will start depositing over here and finally sum up over here. From here it will be disposed of. Okay, and the clear water will travel outward through a proportional flow where, or else you can see over here different sections of it of the same. നമുക്ക് കൂടുതൽ flow ഉണ്ടെങ്കിൽ കൂടുതൽ chambers ആയിട്ട് use ചെയ്യാം. Here you can see 2 chambers. Okay, now the next one is aerated grit chambers. Aerated grit chambers ആദ്യത്തേത് പറഞ്ഞു horizontal flow chamber ആണെന്ന്. ഇവിടെ aerated grit chambers എന്ന് പറഞ്ഞാൽ it is a spiral flow chamber. അപ്പോൾ spiral flow facility ചെയ്യാൻ വേണ്ടി cylindrical ഷേപ്പിലായിരിക്കും ഈ ചേമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. enabled with air diffusion tubes. ഇവിടെ ഈ spiral flow ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ എയർ ഡിഫ്യൂഷൻ ട്യൂബ് വഴി എയർ ഇൻടേക്ക് നടക്കും. അതുവഴിയാണ് ഇങ്ങനെ ഒരു സ്പൈറൽ ഫ്ലോ എനേബിൾ ചെയ്യുന്നത്. ആ സ്പൈറൽ ഫ്ലോ എനേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആസ് ദ ഫ്ലോ മൂവ്സ് അപ്വേർഡ് നമുക്ക് ദ ലൈറ്റർ പാർട്ടിക്കിൾസിനെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇറ്റ് ക്യാൻ ക്യാരി ഓവർ ത്രൂ ദാറ്റ് എയർ. ഹെവിയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യേണ്ടി വരും? ഇറ്റ് ഷുഡ് ബി സെറ്റിൽ ഡൗൺ. അതിന് ആ സസ്പെൻഷൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല, അതിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് അതെന്ത് ചെയ്യും? താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യും. ഹെവിയർ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും, ലൈറ്റർ പാർട്ടിക്കിൾസ് മാത്രം മുന്നോട്ട് പോകും. So they control the separation of inorganic and organic particles by producing a rolling flow pattern. ഇങ്ങനെ ഒരു vortex flow type, spiral flow type, rolling type flow pattern വഴി heavier particles താഴേക്ക് പോകും, lighter particles മുകളിലോട്ട് പോകും. See the picture over here? This is a aerated or spiral flow grid chamber. Okay, so this is the diffuser tube assembly. Okay, so in a spiral flow chamber, the grid hopper will be of 0.9 meter depth with steeply sloping sides and the air diffuser. You can see over here under the air diffuser, this will be steeply sloped over here. Okay, this is the hopper of 0.9 meter depth. Then air diffusers are located at 0.45 meter to 0.6 meter above the normal bottom of the tank. Okay, and the spiral flow in the grid chamber drives the grid to the hopper. The air feed rate is around 0.15 meter cube per minute per length, and the detention time is around 3 minutes, and length to width ratio is 2.5 to 7. Grid chambers. Now we had two main classification, that is horizontal and spiral. Now based on the mechanism of cleaning, these grid chambers are again divided into two, that is mechanical cleaned grid chambers and manually cleaned grid chambers. അപ്പോൾ mechanical cleaned grid chambers ആണ് കൂടുതലായിട്ട് ഇപ്പം യൂസ് ചെയ്ത് വരുന്നത്. കാരണം they can automatically using some scraper blades they can collect the grit on the floor of the grid chamber. അതല്ലാതെ സ്ക്രാപ്പേഴ്സ് അല്ലാതെ യൂസ് ചെയ്യുന്നത് some conveyors, നമുക്ക് pneumatic conveyors യൂസ് ചെയ്യാം, സ്ക്രൂ conveyors യൂസ് ചെയ്യാം. വലിയ ട്രീറ്റ്മെന്റ് പ്ലാനിലൊക്കെ, പണ്ടത്തെ ട്രീറ്റ്മെന്റ് പ്ലാനിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും സ്ക്രൂ കൺവേയേഴ്സ് യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെ ലേറ്റസ്റ്റ് ടെക്നോളജിയിലൊക്കെ കംപ്ലീറ്റ്ലി ന്യൂമാറ്റിക്സ്
suction ആണ്. ന്യൂമാറ്റിക് സക്ഷൻ എന്ന് വിളിക്കുമ്പോഴേക്കും ഒറ്റയടിക്ക് എല്ലാ ടാങ്ക്സിനുള്ള സ്ലഡ്ജ് ഡെപ്പോസിഷൻ ഒറ്റയടിക്ക് ഇൻ ബിറ്റ്വീൻ ഇന്റർവെൽസിൽ ഇത് ന്യൂമാറ്റിക് സക്ഷൻ വഴി സക്ക് ചെയ്ത് എന്ത് ചെയ്യും, സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലേക്ക് കൊടുക്കും. കൂടുതൽ എളുപ്പമുള്ളൊരു മെത്തേഡ് ഇതാണ്. കാരണം നമുക്ക് നമ്മുടെ ചേംബറിന്റെ ഉള്ളിൽ ഇരുന്ന് കൺട്രോൾ ചെയ്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. മറ്റതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻ്റെനൻസും പ്രോപ്പറായിട്ട് നമ്മൾ അത് നോക്കി മനസ്സിലാക്കി ചെയ്തിട്ടില്ലെങ്കിൽ സംടൈംസ് ദ റിപ്പയർ വർക്ക്സ് മേ കം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് മാനുവലി ക്ലീൻ ഗ്രിഡ് ചേമ്പേഴ്സ് യൂസ് ചെയ്യാം, വേർ ദ പേഴ്സൺ ഹിംസെൽഫ് ഹാസ് ടു ഗോ ആൻഡ് ക്ലീൻ അറ്റ്ലീസ്റ്റ് ഇൻ എ വീക്ക്. അതല്ലെങ്കിൽ മെക്കാനിക്കൽ ക്ലീൻ മെത്തേഡിലേക്ക് പോവാം. അത് തന്നെ ഒരുപാട് ടെക്നോളജി, സ്ക്രേപ്പർ ബ്ലേഡ്സ് നിന്ന് സ്ക്രൂ കൺവെയറിലേക്ക് മാറി ഇപ്പം ന്യൂമാറ്റിക് സെക്ഷൻ വരെ എത്തിയിട്ടുണ്ട്. സോ ഇഫ് യു വോണ്ട് ടു സീ ഓവർ ഹിയർ, ദിസ് ഈസ് എ സ്ക്രൂ കൺവെയർ ടൈപ്പ് where at one end or all these sludge deposition will be deposited inside this hopper. Then this screw conveyor will be continuously rotating. Due to this rotation, what happens is the sludge will move to one side and it will discharge to a outlet tank. അപ്പോൾ ആ ഔട്ട്ലെറ്റ് ടാങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡൈജഷൻ പ്രോസസ്സിലേക്ക് കൊടുക്കാൻ പറ്റും. സോ ദറ്റ് ഈസ് ഹൗ ദ റിമൂവൽ മെക്കാനിസം വർക്ക്സ്. How do you dispose this grit? By different methods, either by washing. ഇങ്ങനെ washing method യൂസ് ചെയ്യുന്ന വെച്ചാൽ once it is washed, it is devoid of odor. ഓക്കെ, എന്നിട്ട് സാധാരണ ഒരു സാൻഡ് ആൻഡ് ഗ്രാവൽ പാർട്ടിക്കിൾസിനെ പോലെ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ വാഷിംഗ് ഈസ് എ മെക്കാനിസം, ദെൻ ഡംപിംഗ് ഈസ് അനദർ മെക്കാനിസം, സാനിറ്ററി റീഫില്ലിംഗ് ഈസ് അനദർ മെക്കാനിസം. സോ ഇത്തരത്തിൽ ഏത് മെത്തേഡ് വേണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ അൺവാഷ്ഡ് ഗ്രിറ്റ് വന്ന് ഇറ്റ് ഈസ് എ ഗുഡ് സോയിൽ കണ്ടീഷണർ. അപ്പം ഗുഡ് സോയിൽ കണ്ടീഷണർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാരക്ടർ ഓഫ് ദറ്റ് ഗ്രിറ്റ്, ക്വാളിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ലാൻഡ്. നമുക്ക് അത് ഗ്രിറ്റ് ഏത് തരത്തിലുള്ള ഗ്രിറ്റ് ആണ്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, നമുക്ക് അവൈലബിൾ ലാൻഡ് ഉണ്ടോ, ഏത് ടൈപ്പ് ഓഫ് ലാൻഡ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ഏരിയയിലാണ് ഈ പ്ലാന്റ് കിടക്കുന്നത്, അതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഈ ഡിസ്പോസൽ മെക്കാനിസം മാറാം. നെക്സ്റ്റ് ഈസ് ഡിസൈൻ ഓഫ് എ grit chamber. So let us design a grit chamber for a population of 50,000, okay, with water consumption of 150 liter per capita per day. Sorry, 135 liter per capita per day ആണ് എടുക്കുന്നത് കേട്ടോ, കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. So here first let us find out the average quantity of sewage. നമുക്കറിയാം water supply 135 liter per capita per day ആണ് water consumption. So if you want to know the average quantity of sewage, നമ്മൾ ഇത് full 100% sewage ആയി വരുന്നൊന്നും എടുക്കുന്നില്ല, പകരം 80% is sewage. So 80% of water supply is sewage. Okay, so 0.8 into 135 into 50,000. So this will be equal to 0.0625 meter cube per second. Okay, now this is average quantity, so you have to find out what maximum flow. So to find out maximum flow, you can use a peak factor of 2.5 to, so peak factor 2.5 into average quantity, that is equal to 0.0625. So this will be almost equal to 0.156 meter cube per second. Now keep the horizontal velocity of flow as 0.2 meter per second. Okay, and detention time as 1 minute. Fine. So the length of the grit chamber, velocity അറിയാം, velocity equal to length by time ആണ്. So length of the grit chamber will be equal to velocity into time. Velocity equal to length by time ആണ്. So length is equal to velocity into time. So velocity into detention time. So this will be equal to 0.2 into 1 minute പകരം 60 second കൊടുക്കുന്നു. So this will be equal to, കാരണം ഇവിടെ seconds ആണ്, so this will be equal to 12 minutes. Okay, so therefore the cross sectional area will be equal to, we have the total flow
right? We have the total flow volume. Flow volume by length will give you the area. So how do you calculate this flow volume? എങ്ങനെയാണ് flow volume calculate ചെയ്യുന്നത്? Flow volume calculate ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്ക് total maximum flow എത്രയാണെന്ന് അറിയാം. Maximum flow എത്രയാണ്? നമുക്ക് 0.156 ആണ്. So Q into T, detention time. Q into, let this one be the Q. So Q into T, detention time. So detention time is 60 seconds. So Q into 60 seconds will give you the total volume as 9.36 meter cube. So substitute this over here. You will get the answer as 9.36 divided by 12. You will get the answer as 0.777 meter square. Okay, so you got the cross-sectional area of the chamber. Now let us assume the width of the chamber as 1 meter. Therefore, what will be the depth? Depth area അറിയാം 0.77 ആണ്. So depth will be also equal to 0.77 meter. Okay. So here you got the length as 12 meter, width as 1 meter, and depth as 0.77 meter. Now what we have to do is we have to provide an additional 25% of length. Why should we provide this additional 25% of length? This is for outlet zone and inlet zone. Okay, ഇത്തരത്തിൽ രണ്ടിനും additional length provide ചെയ്യുമ്പോൾ the total length, this length is only for settling purpose 12 meter. A main chamber ന്റെ മാത്രം length ആണ്. So if you provide a 25% of additional length, the total length L will be equal to 12 into 0.25. So this will be equal to 15 meter. Now width എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1.1 meter ആണ്. So again provide a freeboard of 0.3 meter. Okay, grit accumulation താഴെ നമുക്ക് space കൊടുക്കണം. So let it be 0.25 meter for grit deposition. Okay, sludge zone 0.25 meter കൊടുത്തിരിക്കുന്നു. So if that is the case, what will be the total depth? Total depth D will be equal to 0.77 plus 0.3 plus 0.25. So this will be equal to 1.33 meter. So the final, for the grit chamber, the final length is equal to 15 meter, comma, width is equal to 1 meter, and depth is equal to 1.33 meter. So this is how you have to design a grit chamber. Okay, അപ്പോൾ grit chamber എന്താണെന്നുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് Detritus tank ആണ്. So what is a Detritus tank? Detritus tank is a grit removal unit which removes silt and some organic matter along with grit. Grit കൂടാതെ എന്തൊക്കെ deposition സംഭവിക്കും? സിൽറ്റിന്റെയും ഓർഗാനിക് മാറ്ററിന്റെ ഡെപ്പോസിഷനും സംഭവിക്കും. അപ്പോൾ ഇത്തരത്തിൽ സിൽറ്റും ഓർഗാനിക് മാറ്ററും ഡെപ്പോസിഷൻ സംഭവിക്കണമെങ്കിൽ what should be there is they have to reduce the velocity. Grit chamberനെക്കാട്ടും velocity ഈ ടാങ്കിൽ കുറവായിരിക്കും, detention time കൂടുതലായിരിക്കും. Okay, detention time will be more and velocity will be less. അപ്പോൾ grit ആണ് നമ്മൾ heavier particles settle ആയും finer particle will move forward എന്നാണ് grit chamberൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ finer particles, some portion of the finer particles also will be deposited there in Detritus tank. Okay, so this can be again in rectangular or square shape. So here the velocity is maintained around 0.2 to 0.3 with a detention time of 4 minutes, and the depth of the tank will vary from 2.5 meter to 3.5 meter. So Detritus tankil gritine koodade large amount of organic particles also will settle. Appo ee organic particles, these has to be separated through baffles, either through baffles or through controlled aeration of flow. ഒന്നുകിൽ horizontal flow type Detritus tank യൂസ് ചെയ്ത് ബാഫിൾസ് വഴി റിമൂവ് ചെയ്യാം, അതല്ലെങ്കിൽ എയറേഷൻ വഴി റിമൂവ് ചെയ്യാം. ഓക്കെ, the rising air bubbles will then separate the lighter organic material from the descending grit. അപ്പോൾ എല്ലാ ഓർഗാനിക് മെറ്റീരിയലും ഇവിടെ സെറ്റിൽ ആവില്ല. എയർ ബബിൾസ് എന്ത് ചെയ്യും? ആ ഫൈനർ പാർട്ടിക്കിൾസിനെ വീണ്ടും
എന്ത് ചെയ്യും, നെക്സ്റ്റ് ചേംബറിലോട്ട് നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്താണോ അതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്ത് പോകുന്ന വാട്ടറിന്റെ കൂടെ അത് സസ്പെൻഷൻ ഫോമിൽ പോകും. പക്ഷെ still some more material in comparison with grit chamber will settle in this type of detritus tank. നെക്സ്റ്റ് സ്കിമ്മിങ് ടാങ്ക്. സ്കിമ്മിങ് ടാങ്ക് നമ്മുടെ സിലബസിൽ ഇല്ല. നമുക്ക് പ്രീലിമിനറി ട്രീറ്റ്മെന്റിൽ ഡെട്രിസ് ടാങ്ക്, ഗ്രിറ്റ് ചേമ്പർ, ദെൻ ഈക്വലൈസേഷൻ ടാങ്ക് ആണ് പറയുന്നത്. പക്ഷേ എപ്പോഴും പ്രീലിമിനറി ടാങ്കിൽ നമ്മൾ കൂടെ പറയുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്ന ഒരു ടാങ്കും കൂടിയാണ് സ്കിമ്മിങ് ടാങ്ക്. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്ന് പറഞ്ഞു പോവുക. ദിസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ റിമൂവിങ് ഓയിൽ ആൻഡ് ഗ്രീസ് ഫ്രം സീവേജ്. ഓക്കെ, അപ്പോൾ ഒരു പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് വാട്ടർ പാസ് ചെയ്യുന്നതിന് മുന്നേ പ്ലേസ് ചെയ്യുന്ന ഒരു ടാങ്കാണ് സ്കിമ്മിങ് ടാങ്ക്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ഓർഡറസ് സ്കം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ഇത്തരത്തിൽ സ്കം അല്ലെങ്കിൽ ഫോം അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ഇത് വാട്ടറിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് പ്രോസസ്സ് ഉണ്ട്. അതിലൊന്നാണ് യൂസിങ് ഓഫ് ട്രിക്ലിംഗ് ഫിൽറ്റർ. അപ്പോൾ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയോളജിക്കൽ ഗ്രോത്ത് ആണ്. ഇതവിടെ സംഭവിക്കാൻ പറ്റില്ല. ഓയിലും ഗ്രീസും ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യും. അപ്പം ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. സോ to avoid that, proper bacterial growth നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, previously before the primary sedimentation tank we have to remove this oil and grease from the water. അപ്പോൾ അത്തരത്തിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാങ്കിനെയാണ് നമ്മൾ സ്കിമ്മിങ് ടാങ്ക് എന്ന് പറയാം. So what happens over here is the air blown by aerating device through the bottom. താഴേന്ന് air blow ചെയ്യും. അപ്പോൾ ഈ air എന്ത് ചെയ്യും, this will coagulate the oil or grease at the top, and this will again rise towards the top surface. From the top surface this is removed using some scrappers. അപ്പോൾ ഇവിടെ ഒരു ഡിറ്റൻഷൻ ടൈം അറൗണ്ട് 3 to 5 minutes കൊടുക്കും. അപ്പോൾ സ്ക്രാപ്പർ വഴി നമ്മൾ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള ആ മെറ്റീരിയലിനെ റിമൂവ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻലെറ്റ് ബാഫിൽ ഇതുവഴി വാട്ടർ വരും. വാട്ടർ വന്നു കഴിഞ്ഞാൽ വാട്ടർ ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ നമ്മളിവിടെ ടൈം കൊടുക്കും. ഈ റൈസിങ് സർഫേസിലേക്കൂടെ ഇതുവഴി ഈ വെയറിലേക്കൂടെ എന്ത് ചെയ്യും, ഇത് സ്കിമ്മിങ് ട്രഫ് ആണ്. ഇതുവഴി കൂടി ആ മുകളിലോട്ട് റൈസ് ചെയ്ത് വന്ന സ്കംസ്, ഓയിൽ, ഗ്രീസ് അതൊക്കെ എന്ത് ചെയ്യും, ട്രാവൽ ചെയ്ത് ഈ ട്രഫ് വഴി പാസ് ചെയ്ത് പോകും. ക്ലീൻ വാട്ടർ വിത്തൗട്ട് എനി oil or grease, this will pass to the next stage of treatment. Okay, so this is how a skimming tank will work out. Now the last one is equalization basin. ഈക്വലൈസേഷൻ ബേസിനിൽ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് അല്ല, ഇതൊരു പ്രിലിമിനറി ട്രീറ്റ്മെന്റ് മെത്തേഡും അല്ല, പ്രൈമറി ട്രീറ്റ്മെന്റ് മെത്തേഡും അല്ല. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ they will retain the waste in the basin so that the effluent is discharged fairly uniform in its water quality characteristics. അതായത് ഒരുപോലെയുള്ള വാട്ടർ യൂണിഫോം ക്വാളിറ്റി ഇൻ വാട്ടർ എന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് പ്രോസസ്സിലേക്ക് പാസ് ചെയ്യുന്ന രീതിയിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു ബേസിനാണ് ഈക്വലൈസേഷൻ ബേസിൻ. ഇത് മെയിൻലി വരുമ്പോൾ ഇത് ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ പ്രിലിമിനറി ട്രീറ്റ്മെന്റിന് ശേഷമായിരിക്കും ഒരു മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ pass ചെയ്യുമ്പോൾ first they will screen their water, then they will go for the preliminary treatment. At the end, before passing into the municipal wastewater treatment plant, they have to equalize that wastewater and then only they have to pass it to the common municipal wastewater treatment plant. So അത്തരത്തിൽ ഈക്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബേസിനാണ് ഈക്വലൈസേഷൻ ബേസിൻ. സോ ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വേസ്റ്റ് വാട്ടർ ഫ്ലോയിൽ ഡെയിലി ഫ്ലക്ച്വേഷൻസ് ഡൊമസ്റ്റിക് നമുക്ക് ഇതിൽ മാത്രമൊന്നുമല്ല, അതായത് ഡൊമസ്റ്റിക് ട്രീറ്റ്മെന്റ് പ്ലാന്റിലായാലും ശരി ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ ഫ്ലോയിലും ഡെയിലി ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. നമുക്ക് പീക്ക് ലോഡ് വരുന്ന സമയമുണ്ട്, മിനിമം ഫ്ലോ വരുന്ന സമയമുണ്ട്, ആവറേജ് ഫ്ലോ വരുന്ന സമയമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുപോലെ ഈക്വലൈസ് ചെയ്ത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിലേക്ക് എത്തുമ്പോഴേക്കും കണ്ടിന്യൂസ് കോമൺ ഫ്ലോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഈക്വലൈസേഷൻ ബേസിൻ യൂസ് ചെയ്യാം. ഇനി വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത്തരം വേരിയേഷൻസും നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ഇത്തരത്തിൽ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു ട്രീറ്റ്മെന്റ് പ്രോസസ് അല്ല. ഓക്കെ, അങ്ങനെ ഒരുപോലെ ആക്കുന്നതിന് കൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഈസ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് വിൽ ഇംപ്രൂവ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഫ്ലോ ഉള്ള സമയത്ത് ഒരു ലാർജ് ബേസിനിലേക്ക് ഈ വാട്ടർ കംപ്ലീറ്റ്ലി കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ മാത്രം പമ്പ് ചെയ്ത് ഓരോ ട്രീറ്റ്മെന്റ് സെക്ഷനിലേക്ക് കൊടുക്കും. അപ്പോൾ എന്തൊക്കെ നമുക്ക് ആ സമയത്ത് ചെയ്യണം, എറേഷൻ കൊടുക്കണോ, മിക്സിങ് എന്തെങ്കിലും കൊടുക്കണോ, അത്തരത്തിൽ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബേസിനിൽ ചെയ്ത് കൊടുക്കാം. അപ്പം സീ ഹിയർ ദ ഗ്രാഫ്, ദിസ് ഈസ് ദ മിനിമം wastewater flow and here you can see the maximum peak wastewater flow. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഫ്ലോയിൽ പ്ലാന്റിലേക്ക് വാട്ടർ വന്നു കഴിഞ്ഞാൽ ആ പീക്ക് ടൈമിൽ പീക്ക് പ്രോസസ്സിന്റെ സമയത്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് നടക്കൂല. അപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എപ്പോഴും കോൺസ്റ്റന്റ് ഫ്ലോ ആണ് പ്രതീക്ഷിക്കുന്നത്.
ഇത്തരത്തിൽ കോൺസ്റ്റന്റ് ഫ്ലോ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിനാണ് ഈക്വലൈസേഷൻ ബേസിൻ. അപ്പം എന്ത് ഈ മിനിമം ഫ്ലോ സംഭവിക്കുന്ന സമയത്തും കളക്ട് ചെയ്ത് വെക്കുക ബേസിനിലേക്ക്, മാക്സ് പീക്ക് ഫ്ലോ സമയത്തും ഇതിൻ്റെ അകത്തേക്ക് കളക്ട് ചെയ്ത് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ മാത്രം എന്തായിരിക്കും എന്ത് ചെയ്യുക, ഓരോ ട്രീറ്റ്മെന്റ് സെക്ഷനിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇതവിടെ കളക്ട് ചെയ്ത് വെക്കും, അവിടെ നിന്ന് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ഓരോ യൂണിറ്റിലേക്കും നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് യൂണിറ്റിലേക്ക് ഇത് പമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഈക്വലൈസേഷൻ ബേസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളം ഒരു കോൺസ്റ്റന്റ് റേറ്റിലായിരിക്കും പോവുക. സോ ദിസ് റെപ്രസെന്റ് ദി ആവറേജ് ഡെയിലി ഫ്ലോ ഓഫ് ദി ഈക്വലൈസേഷൻ ബേസിൻ. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദി റിക്വയർഡ് സൈസ് ഓഫ് ഡൗൺ സ്ട്രീം ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്. നമുക്ക് ഈ പീക്ക് ഫ്ലോയിനൊന്നും നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും ആവറേജ് ഫ്ലോവിന്റെ സൈസ് മാത്രമേ നമ്മുടെ പ്ലാനിലേക്ക് കൺസിഡർ ചെയ്യേണ്ടൂ. കാരണം ബാക്കി ആ പീക്ക് ലോഡൊക്കെ എവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യും, ഈക്വലൈസേഷൻ ബേസിനിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ due to this there will be a 10 to 20% of BOD entering will be stabilized and 23 to 50% of suspended solids will be further removed in the primary clarifier, and this will also reduce the shock load on the biological process. ഈ peak ടൈമിൽ വരുന്ന ലോഡും മിനിമം ടൈമിൽ വരുന്ന ലോഡും അത് കാരണമുള്ള വേരിയേഷൻസ് ബയോളജിക്കൽ പ്രോസസ്സിൽ ഉണ്ടാവില്ല. So this is another view of the same equalization basin. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഗ്രിഡ് ചേംബർ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്രിഡ് ചേംബറിന്റെ ഡിസൈൻ നോക്കുക. അതിനുശേഷം ഡെട്രിസ് ടാങ്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്കിമ്മിംഗ് ടാങ്കും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബട്ട് യു ഡോണ്ട് ഹാവ് ടു ബോദർ മച്ച് ഓഫ് ഇറ്റ് ബിക്കോസ് നമ്മുടെ സിലബസിൽ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഈക്വലൈസേഷൻ ടാങ്ക്. അപ്പോൾ നമ്മുടെ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് പ്രൈമറി ട്രീറ്റ്മെന്റ് ഓർ സെഡിമെന്റേഷൻ ടാങ്ക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.